നമസ്കാരം. ഒരുപാട് ആനന്ദം നൽകുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ആദ്യമായി ഇത്രയും ചൈതന്യമുള്ള ദൈവികമായ സന്നിധിയിലേക്ക് എന്നെ ക്ഷണിച്ചത് അമ്പലത്തിലെ ഭാരവാഹികളോടും നല്ലവരായ ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഇങ്ങനൊരു അമ്പലത്തിൻ്റെ തൊട്ട് അരികിലാണ്. പെരുമ്പാവൂരാണ് എൻ്റെ ജനനസ്ഥലം. അയ്യപ്പസ്വാമിയുടെ നടയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അയ്യപ്പ കൃതികൾ കേട്ട് കണ്ണു തുറന്ന് അത്താഴം കൊള്ളുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമിയുടെ ഹരിവരാസനം പാടിയ ശേഷം അത്താഴം വിളമ്പുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അമ്പലവും അമ്പലത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ എനിക്ക് എന്നും ഒരുപാട് സന്തോഷവും ആനന്ദവും പോസിറ്റീവ് എനർജിയും ഒക്കെ നൽകുന്ന കാര്യങ്ങളാണ്. ഏകദേശം 30 വർഷങ്ങളായി, ഞാൻ 31 വർഷമായി ഒരു പ്രവാസി മലയാളിയായി ദുബായിൽ ജീവിക്കുന്നു. പക്ഷെ എൻ്റെ തൊഴിലിടം കേരളവും ഭാരതവും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും നാട്ടിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു എന്ന് വേണം പറയാം. എങ്കിലും മറ്റൊരു നാട്ടിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും ഭക്തിയും ഭജന മുഴങ്ങുന്ന അന്തരീക്ഷമൊക്കെ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ടാണ് ഞാൻ സഞ്ചരിച്ചത്. എപ്പോഴും വേദിയിൽ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ദശാവതാരം അവതരിപ്പിക്കാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതുവരെയുള്ള സൗമ്യഭാവങ്ങൾ മാറി നരസിംഹത്തിലേക്ക് എത്തുമ്പോൾ രൗദ്രഭാവത്തിലുള്ള മഹാവിഷ്ണുവിനെയാണ് അവതരിപ്പിക്കാറുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൽ, ആനേടി ക്ഷേത്രത്തിൽ നിന്ന് ഒരു ക്ഷണം വന്നപ്പോൾ, ഭഗവാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ വേദിയിൽ അവതരിപ്പിക്കുന്ന നരസിംഹമൂർത്തി രൗദ്രഭാവത്തിലുള്ള ഭഗവാനായിരിക്കാം ഇവിടെ ഉണ്ടാവുക എന്നതാണ്. പക്ഷെ കണ്ണുമടച്ച് ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ വളരെ സൗമ്യമായിട്ടുള്ള തേജസ് നിറഞ്ഞ ഭഗവാനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതെന്താണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അമ്പലത്തിൽ, ഓരോ അമ്പലത്തിലും ഓരോ ഐതിഹ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞത് വളരെ അനുഗ്രഹം തുളുമ്പുന്ന, അല്ലെങ്കിൽ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ ഈ നിമിഷം വരെ കടന്നു പോയത്. ഏത് വയസ്സിലാണ് നൃത്തം പഠിച്ചതെന്നോ വേദിയിൽ അവതരിപ്പിച്ചതെന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ശ്രീമതി കലാമണ്ഡലം സുമതിയുടെ കൈകളിലും ഉദരത്തിലുമൊക്കെയാണ്. വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അമ്മ പഠിപ്പിക്കുന്ന താളമായിരിക്കാം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് നൃത്തം പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പഠിക്കുന്നത് പോലെ ബേസിക്സ്, തട്ടളവ്, നാട്ടളവൊക്കെ പഠിച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. വീട്ടിൽ തന്നെയാണ് കലയുള്ളത്. ചേച്ചിമാർക്കൊപ്പം ഓടി നടന്ന് നൃത്തം പഠിച്ച, അതിൻ്റെ ഇടയിലൂടെ പഠിച്ചിരുന്ന ഒരു മടിച്ചിയായ ഒരു സാധാരണ കുട്ടിയായിരുന്നു ഞാൻ. അമ്മ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു സാധാരണ കുട്ടി. സാധാരണ അങ്ങനെയാണല്ലോ, അമ്മമാർ വിളിക്കുമ്പോൾ മക്കൾക്ക് അത്ര ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നഷ്ടപ്പെട്ടത് എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അമ്മ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നൃത്താധ്യാപികയാണ്, നർത്തകിയാണ്. നമുക്ക് തിരിച്ചറിഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് ഞാൻ നൃത്തം വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. വിവാഹം 18 വയസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ദുബായിലേക്ക് എൻ്റെ ഭർത്താവ് ശ്രീ ശരത്ത് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം കൈപിടിച്ച് ദുബായിൽ പോകുമ്പോൾ ഇനി എങ്ങനെ നൃത്തം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചാണ് എൻ്റെ കലാജീവിതം ആരംഭിച്ചത്. കുറച്ച് കുട്ടികളെ വീട്ടിൽ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ റേഡിയോ നിലയത്തിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ പഠിച്ചത് കോമേഴ്സാണ്. പക്ഷെ ഒരു ബാങ്കിൽ പോയിരുന്ന ഒരു കണക്ക് നോക്കാനൊന്നുമുള്ള ഒരു മനോശക്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലുള്ള ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ശരീരത്തിലോടുന്നത് ഒരു കലാകാരിയുടെ ചോരയായതുകൊണ്ടാവാം, അമ്മയുടെ ചോരയായതുകൊണ്ടാവാം.
അവിടെ ചെന്ന് കലാപരമായിട്ടുള്ള റേഡിയോ നിലയത്തിൽ ജോലി ചെയ്തു, കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു. അങ്ങനെയാണ് വീണ്ടും നൃത്ത ജീവിതം ആരംഭിച്ചത്. 30 കുട്ടികൾ തുടങ്ങി ഇപ്പോൾ 10,000-3000 കുട്ടികൾ പഠിക്കുന്ന നൃത്ത സംഗീത വിദ്യാലയങ്ങളാണ് ഇവയിലുള്ളത്. 100-ലധികം കലാകാരന്മാർ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള നൃത്തവും സംഗീതവും വാദ്യവും ചിത്രകലയുമുള്ള ഒരു വിദ്യാലയം. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതിനോടൊപ്പം കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. അഭിനയം എന്നത് ഒരു മോഹവും ഒരു ഇഷ്ടവും ഒരു സ്വപ്നവും ഒക്കെയാണ്. സ്വപ്നമൊക്കെ എപ്പോഴും സാക്ഷാത്കരിക്കില്ലല്ലോ. എവിടേക്കോ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സാധിച്ചിരുന്നില്ല. വളരെ റീസെൻ്റ്ലി ഏകദേശം 10 സീരിയലിൻ്റെ കാര്യം കഴിയുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുങ്കുമപ്പൂവിൽ കണ്ണട എടുത്ത് വെച്ചത് ഒരിക്കലും ഒരു അഭിനയത്തിലേക്ക് വരണം എന്നൊന്നും വിചാരിച്ചില്ല. നാട്ടിൽ വന്നപ്പോൾ ഒരു രസത്തിലൊരു കഥാപാത്രം ചെയ്തു എന്ന് മാത്രം. പക്ഷെ ആ കണ്ണട മലയാളി പ്രേക്ഷകർ എന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രൊഫസർ ജയന്തി ഓർക്കുന്ന നിങ്ങളോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഗീത IPS മുതൽ അങ്ങനെ നിരവധി കഥാപാത്രങ്ങളായി എന്നെ സ്വീകരിച്ചത് കുടുംബ പ്രേക്ഷകരായ നിങ്ങളാണ്. അഭിനയമുണ്ടെങ്കിലും എന്നും നൃത്തമാണ് ജീവവായുവായി ഞാൻ കൊണ്ട് നടക്കുന്നത്. മരണം വരെയും ചിലങ്കയുടെ നാദത്തോടു കൂടി അങ്ങ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയാണ്. ഈ ഒരു പുരസ്കാരം ഏറ്റവും മഹത്തരമായൊരു പുരസ്കാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാതെ തന്നെ ഞാനത് മനസ്സിലാക്കുന്നു. കാരണം എനിക്ക് മുന്നേ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ളതെല്ലാം ഞാൻ ഗുരുതുല്യരായി കാണുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരാണ്. അവർക്ക് നൽകിയ പുരസ്കാരം എനിക്ക് തന്നതില്ല, എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നതിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഓരോ പുരസ്കാരങ്ങളും നർത്തകിക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ ഒരു ഉത്തരവാദിത്വം, ഈ ഒരു സ്നേഹം, ഈ ഒരു അനുഗ്രഹം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഒരു കലാകാരി എന്ന നിലയിൽ കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി, സാധാരണ വിവാഹം കഴിഞ്ഞു, അതോടുകൂടി പണ്ട് ഞാൻ നൃത്തം പഠിച്ചിരുന്നു, പണ്ട് ഞാൻ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മുന്നിലിരിക്കുന്ന പലരും ഉണ്ടാവാം. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നൃത്തം ചെയ്തിരുന്നു, ഞാൻ പാട്ട് പാടിയിരുന്നു. വിവാഹശേഷം ഞാനൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്ന ആ കാലത്തിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. എനിക്ക് വിവാഹം കഴിഞ്ഞതോടുകൂടി കുറച്ചുകൂടി ചിറകുകൾ എനിക്ക് ഉണ്ടായി എന്ന് പറയാം. ഒരുപാട് നിറങ്ങൾ കാണാൻ സാധിച്ചു എന്ന് പറയാം. അതിന് സാധിച്ചത് എനിക്ക് എൻ്റെ കൈപിടിക്കുന്ന, എനിക്ക് അനുഗ്രഹമായിട്ടുള്ള എൻ്റെ ഭർത്താവാണ്. അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നിങ്ങളുടെ വീട്ടിലുള്ള കലാകാരികളെ ചേർത്ത് പിടിച്ച് അവർക്കും മനോഹരമായ വർണ്ണച്ചിറകുകൾ കൊടുത്ത് കലാരൂപത്തേക്ക് പറന്ന് ഉയരുവാൻ അനുഗ്രഹമാവണം, ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നും കലയെ സ്നേഹിക്കുന്ന എല്ലാ കലാകാരികൾക്കുമായി ഞാൻ ഈ മനോഹരമായ പുരസ്കാരം സമർപ്പിക്കുന്നു. ഈ സ്നേഹം, ഈ അനുഗ്രഹം ഇരട്ടി മധുരമായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി. അമ്പലത്തിലെ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും പുരസ്കാരത്തിന് എന്നെ ക്ഷണിച്ചതുമായി എന്ന് പറയുന്നു. ഒരിക്കൽ ഞാനിവിടെ വരും. എന്തിനാണെന്നോ, ഗജമേള കാണുന്നത്. ആ മനോഹരമായ കാഴ്ച പറഞ്ഞത് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കൽ ആ കാഴ്ച കാണുവാൻ ഞാൻ വരും. ഒരിക്കൽ ഇവിടെ നൃത്തം ചെയ്യുവാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.